പോയിട്ട് സൗത്തിൽ നിന്ന് ഡൗൺ ആയിട്ട് വീണ്ടും ഈസ്റ്റിലോട്ട് പോയിട്ട് ഈസ്റ്റിൽ നിന്ന് ഡൗൺ ആണ്. ഇതാണ് ഇതിന്റെ ലൈൻ. അപ്പൊ ഇതിന് എത്ര 90 ഡിഗ്രി എൽബോ എന്ന് ചോദിച്ചാൽ ഉടനെ പറയണം എത്ര ഉണ്ട്. ഇതൊരു 90 ഡിഗ്രി എൽബോ. ഒന്ന് മൂന്നെണ്ണം. 3 90 ഡിഗ്രി എൽബോ. ഇത് 90 ഡിഗ്രി എന്ന് പറയാൻ കാരണം സെയിം ഡയറക്ഷനിൽ നിന്ന് ഒരു ഡയറക്ഷനിൽ നിന്ന് നേരെ അടുത്ത മറു ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകണമെങ്കിൽ അത് വന്നിട്ട് 90 ഡിഗ്രി അടുത്ത ഡയറക്ഷനിലോട്ട് പോകുന്നു. ഇതിന്റെ ഇടയ്ക്ക് കൂടെ പോകുമ്പോഴാണ് 45 ഡിഗ്രി എൽബോ ആവശ്യമുണ്ട്. 90 ഡിഗ്രി എൽബോ വരുമ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിൽ പോയിട്ട് ഈസ്റ്റിലോട്ടോ അല്ലെങ്കിൽ വെസ്റ്റിലോട്ടോ പോകണമെങ്കിൽ ഒരു എൽബോ എന്ത് ചെയ്യണം, വെക്കണം. നോർത്തിൽ നിന്ന് സൗത്തിൽ പോകണമെങ്കിൽ സിംഗിൾ പൈപ്പ് മതി, അല്ലെങ്കിൽ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് പോകണമെങ്കിൽ സിംഗിൾ പൈപ്പ് മതി. ഇതിന്റെ ഒരു ഡയറക്ഷനിൽ നിന്ന് മറ്റൊരു ഡയറക്ഷനിലോട്ട് പോകണമെങ്കിൽ അവിടെ നമ്മളൊരു എൽബോ, ഇപ്പൊ മറ്റേ ഈ ഇലക്ട്രിക്കൽ ഇതിലേക്ക് ബെൻഡ് എന്ന് പറയും, ഇവിടെ എൽബോ എന്ന് പറയുന്നത്. എൽബോ ഇടാം. എൽബോയിൽ 90 ഡിഗ്രി ഉണ്ട്, 45 ഡിഗ്രി ഉണ്ട്. അതിൽ സ്റ്റാൻഡേർഡ് ടൈപ്പ് ഉണ്ട്, ലോങ് റേഡിയസ് ഉണ്ട്, ഷോർട്ട് റേഡിയസ് ഉണ്ട്. 3 ടൈപ്പ് എൽബോ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഒന്ന് ലോങ്, ഒന്ന് ഷോർട്ട്, ഇന്നൊന്ന് ഇങ്ങനെ സ്റ്റാൻഡേർഡ് എൽബോ. മോസ്റ്റ്ലി നമുക്ക് സ്റ്റാൻഡേർഡ് എൽബോ ആണ് വരുന്നത്. അതിന്റെ അളവാണ് പറഞ്ഞത്. 1 ഇഞ്ച് ഡയമീറ്ററിന്റെ സ്റ്റാൻഡേർഡ് എൽബോ എത്ര? 38.1 മില്ലിമീറ്റർ ആണ്. അത് കാരണം നമുക്ക് ബി ഗ്രൂ എടുക്കുന്നത് വന്നിട്ട് എത്ര? 37.5 ഡിഗ്രി ബി ഗ്രൂ ആണ്. ഇത് തമ്മിൽ ചെറിയ വേരിയേഷനേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് ഡിഗ്രിയാണ്, ഇത് ചരിവാണ്, ഇതിന് വന്നിട്ട് ലെങ്ത്. ഓക്കെ. അപ്പൊ ഡ്രോയിങ്ങിൽ മൈനസ് ചെയ്യാനും പറഞ്ഞു തന്നായിരുന്നു. ഡ്രോയിങ്ങിൽ പീസ് ലെങ്ത് മൈനസ് ചെയ്യാൻ ഡൗട്ട് ഉണ്ടോ? 2 ഇഞ്ച് 4 ഇഞ്ച് 8 ഇഞ്ച് ഒക്കെ വെച്ച് വരച്ചായിരുന്നാ അതിനുണ്ട്. പാലിസ് ചെയ്തായിരുന്നാ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, രാവിലെ ഓക്കെ അല്ലേ? അടുത്ത് നെക്സ്റ്റ് വന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ലൈൻ ഇങ്ങനെ കൊടുത്തിട്ട് സപ്പോർട്ട്, ഇതിന്റെ പേര് സപ്പോർട്ട്, പൈപ്പ് സപ്പോർട്ട്, ഇതിന്റെ പേര് പൈപ്പ് സപ്പോർട്ട്. അതിൽ വന്നിട്ട് ലൈൻ കൊടുത്തിരിക്കും. പൈപ്പ് സപ്പോർട്ട് പ്രവർത്തിക്കുന്നത് ഓരോ പ്ലാന്റിനും ഓരോ എലിവേഷനും അവർക്ക് ഒരു ഇമേജ് ഉണ്ട്, ഒരു ബുക്കിലെറ്റ് അവിടെ ഉണ്ട്, ഒരു ഡിസൈൻ ഉണ്ടാവും. ആ ഡിസൈൻ പ്രകാരം തന്നെ ചെയ്യണം. അത് നമ്മൾ ഇവിടെ നിന്ന് തന്നെ പൈപ്പ് സപ്പോർട്ടിനെ കുറിച്ചുള്ള ഫാബ്രിക്കേഷൻ അവിടെ പഠിക്കാറുണ്ട്. അവിടെ പോയിട്ട് പ്ലാന്റിൽ തന്നെ അത് സ്ട്രക്ചറൽ ടീം ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ആ സൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഓരോ ഡിസൈനാണ്. അത് അവിടെ അവർ ഡ്രോയിങ്ങിൽ പ്രൊവൈഡ് ചെയ്തിരിക്കും. അതിന് നമ്പറുകൾ അതെടുത്ത് സ്ട്രക്ചർ ടീം അത് ചെയ്യും. ഓക്കെ. എന്നിട്ട് പൈപ്പ് ലൈനിൽ വരുന്നത് ടോട്ടലി ഇതിന്റെ സൈസ്, എൽബോ, ഈ റെഡ്യൂസർ, മാച്ച്, ഇത് എവിടെയൊക്കെ വരുന്നെന്നുള്ള ഒരു ഡീറ്റെയിൽസോട് കൂടിയുള്ള ഡ്രോയിങ് ആണ് അതിനകത്തുള്ളത്. ഓക്കെ. അപ്പൊ ഇതിലെ ഡയറക്ഷൻ മനസ്സിലായില്ല. അത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, അപ്പ്, ഡൗൺ. ഇപ്പൊ ഇവിടെ വരച്ച ഡ്രോയിങ് ഒരാൾ ഇതിന്റെ ഡയറക്ഷൻ വരച്ചു വെച്ചിരിക്കുന്നതിൽ ഒരു ഡയറക്ഷൻ പറഞ്ഞു തരും. ഇതിന്റെ ഡയറക്ഷൻ എനിക്ക് പറയുന്നത് എവിടെ ഇങ്ങോട്ട് പോകണം ഇല്ല. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്, സൗത്തിൽ നിന്ന് ഡൗൺ, വെസ്റ്റിലോട്ട് പോകും. ഓക്കെ. അടുത്ത ഡ്രോയിങ് പാരീസ് എടുത്ത് വെച്ചാൽ ഇതിലവിടെ ഇവിടെ വരുന്നത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് പോയിട്ട് ഡൗൺ ആവും. അടുത്ത ഡ്രോയിങ് ഇത് സിംഗിൾ ഡ്രോയിങ്, ഇത് എൽബോ ഇല്ല. അടുത്തത് നെക്സ്റ്റ് ഇത് വെസ്റ്റ് അല്ല, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് പോയിട്ട് അപ്പായിട്ട് നേരെ കൊണ്ട് പോകുന്നത് സൗത്തിലോട്ട് പോകും. സൗത്ത്. ഓക്കെ. ഇതിന്റെ ഈ ഡ്രോയിങ്ങിന്റെ ഡയറക്ഷൻ മാത്രം മതി. വെസ്റ്റിൽ നിന്ന് ഇടയ്ക്കുണ്ട്. സൗത്തിൽ പോയിട്ട് സൗത്ത് നിന്ന് ഡൗൺ. അടുത്ത ഡ്രോയിങ് ഇത് ഡൗൺ ആയിട്ട്, ഡൗൺ ആണ് വേറെ ഡയറക്ഷൻ. ഡൗൺ ആയിട്ട് നേരെ എങ്ങോട്ട് പോകുന്നത്? വെസ്റ്റിൽ പോകുന്നത്. അടുത്ത ഡ്രോയിങ് ഇതിനെ ഇതിവിടെ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് പോകുന്നത്. സൗത്തിൽ പോയിട്ടാണ് പോകുന്നത്. എൽബോ ഉണ്ട്. നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് പോയിട്ട് അപ്പായി തിരിച്ച് വേറെ എങ്ങോട്ട് പോകുന്നത്? വെസ്റ്റിലോട്ട് പോകും. അടുത്തത് ഡൗൺ അല്ല, അതൊരു 45 ഡിഗ്രി റോളിംഗ് ആണ്. ആ റോളിംഗ് കുറിച്ച് പറഞ്ഞുതരാം. ഇപ്പൊ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, അപ്പ്, ഡൗൺ, ഇങ്ങനെ 6 ദശ മാത്രം തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇനി റോളിംഗ് തനിയായിട്ട് പറഞ്ഞുതരാം. അതില് വെർട്ടിക്കൽ റോളിംഗ് ഉണ്ട്, ഹൊറിസോണ്ടൽ റോളിംഗ്. 2 റോളിംഗിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം.